ദൂരെ ഒരു കാട്ടിൽ ഒരു മൂങ്ങയും ഒരു മുയലും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം മൂങ്ങ തൻ്റെ സുഹൃത്തായ മുയലിനോട് പറഞ്ഞു, എനിക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടതുണ്ട്. ആ ദിവസം നീ എൻ്റെ ക്യാരറ്റ് തോട്ടം നോക്കണം എന്ന് പറഞ്ഞാൽ വേറെ ആരെയും തോട്ടത്തിലേക്ക് കടത്തിവിടാതെ, തോട്ടം നശിപ്പിക്കാതെ ആ ഒരു തോട്ടം നോക്കണം. അത് കേട്ടപ്പോൾ മുയൽ ഉടനടി പറഞ്ഞു, അതിനെന്താ, ഞാൻ നോക്കാലോ, മൂങ്ങ പോയിട്ട് വന്നോളൂ. മുയലിൻ്റെ ആ മറുപടി കേട്ട് മൂങ്ങയ്ക്ക് വളരെ സന്തോഷമായി. മൂങ്ങ പറഞ്ഞത് പ്രകാരം മൂങ്ങയുടെ യാത്രയ്ക്കായിട്ട് ഒരുങ്ങി. അങ്ങനെ മൂങ്ങ യാത്രയാവുകയും ചെയ്തു. എന്നാൽ നമ്മുടെ മുയലിൻ്റെ മറ്റു സുഹൃത്തുക്കളുമായി കളിക്കുന്നതിനിടയിൽ മൂങ്ങ തൻ്റെ തോട്ടം നോക്കാനായി പറഞ്ഞത് മറന്നുപോയി. തക്ക സമയത്ത് കുറച്ച് രസികന്മാരായിട്ടുള്ള അണ്ണാന്മാർ ആ തോട്ടത്തിലേക്ക് വരികയും ക്യാരറ്റ് മുഴുവൻ തിന്നു തീർക്കുകയും തോട്ടം നശിപ്പിക്കുകയും ചെയ്തു. ഇതൊന്നും മുയൽ അറിഞ്ഞതേയില്ല. അങ്ങനെ മൂങ്ങ തൻ്റെ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ മൂങ്ങ കാണുന്നത് തൻ്റെ തോട്ടമെല്ലാം നശിപ്പിച്ച് ക്യാരറ്റെല്ലാം തിന്നു തീർക്കുകയും ചെയ്തതാണ്. മൂങ്ങയ്ക്ക് അത് കണ്ടപ്പോൾ വളരെയധികം ദേഷ്യവും സങ്കടവും വന്നു. അപ്പോഴേക്കും നമ്മുടെ മുയലും കളിയൊക്കെ കഴിഞ്ഞ് തോട്ടത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. മുയൽ ആ തോട്ടം കണ്ടപ്പോൾ തന്നെ തൻ്റെ അബദ്ധം മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നാണക്കേടും തോന്നി. മുയൽ പതുക്കെ മൂങ്ങയുടെ അടുത്തേക്ക് വരികയും ക്ഷമ പറയുകയും ചെയ്തു. അപ്പോൾ മൂങ്ങ മുയലിനോട് പറഞ്ഞു, എനിക്ക് മനസ്സിലാക്കാം നിനക്കൊരു അബദ്ധം പറ്റിയെന്ന്. പക്ഷേ നമ്മൾ ഒരാളോട് ഒരു കാര്യം പ്രോമിസ് ചെയ്യും, ആ ജോലി ഭംഗിയായി ചെയ്തു തീർക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ഇനി ഇങ്ങനെ ആവർത്തിക്കരുതെന്ന്. മുയലും അപ്പോൾ മൂങ്ങയോട് പറഞ്ഞു, ഇല്ല, ഞാനിതൊരിക്കലും ആവർത്തിക്കില്ല. ഇനി അങ്ങോട്ട് ഞാനൊരു പ്രോമിസ് പറയുകയാണെങ്കിൽ അതെൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമായിട്ട് ഞാൻ ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യും. അന്നു മുതൽ മുയൽ മൂങ്ങയുടെ തോട്ടം നല്ല രീതിയിൽ പരിപാലിക്കുകയും മൂങ്ങയ്ക്ക് എന്താവശ്യത്തിനും തോട്ടത്തിൽ സഹായിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അവർ നല്ല സുഹൃത്തുക്കൾ